ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആകുവാനും നെഗറ്റീവിനെ നിങ്ങളിൽ നിന്ന് റിമൂവ് ആവാനും വേണ്ടി യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതിനെന്ത് വേണ്ടെന്നറിയോ? 2 കൈകളും ചേർത്ത് വെച്ച് നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും എന്തൊക്കെ നെഗറ്റീവ് എനർജി നിങ്ങൾ ചുറ്റുമുണ്ടോ ആ എനർജീസ് എല്ലാം റിമൂവ് ആയി പോകണം യൂണിവേഴ്സ്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ എന്നിലും എൻ്റെ പേഴ്സണിലേക്കും അട്രാക്റ്റ് ആവാൻ പാടുള്ളൂ എന്നും പ്രാർത്ഥിക്കുക. യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ആണ് നമുക്ക് ആവശ്യം നമ്മുടെ ജീവിതത്തിൽ മുന്നേറാനായിട്ട്. എന്തൊക്കെ തടസ്സങ്ങളുണ്ടോ ആ തടസ്സങ്ങളെല്ലാം മാറാനായിട്ട് നമുക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ആണ് ആവശ്യം. ആ ബ്ലെസ്സിങ്സ് കിട്ടാൻ നമ്മൾ യൂണിവേഴ്സിനോട് നിരന്തരം പ്രാർത്ഥിക്കണം. ആരോടെങ്കിലും നമുക്ക് വൈരാഗ്യവും ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം യൂണിവേഴ്സിൽ സമർപ്പിക്കുക. അറിഞ്ഞറിയാതെ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി പറയാനായിട്ട് തയ്യാറാവുക. മറ്റുള്ളവരെ സഹായിക്കാനായിട്ടുള്ള മനസ്സാണ് നമുക്ക് ആവശ്യം. മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സാണ് നമുക്ക് ആവശ്യം. യൂണിവേഴ്സ് നമ്മളോട് പറയുന്നത്, അതായത് പ്രപഞ്ചം നമ്മളോട് പറയുന്നത് മറ്റുള്ളവരെ സ്നേഹിക്കാനും സഹായിക്കാനും തയ്യാറാവാനാണ്. നമ്മളിൽ ഒരു നെഗറ്റീവ്സ് ആവശ്യമില്ല. നമുക്ക് ചുറ്റുമുള്ളവർക്ക് നമുക്ക് കൊടുക്കേണ്ടതും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലേ? അപ്പോൾ അത് തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാക്കി തരികയുള്ളൂ. ഇന്ന് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലിരിക്കുക, ലെസ് കോണ്ടാക്ട് സിറ്റുവേഷനിലിരിക്കുന്ന ഏതൊരു വ്യക്തിക്കും യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് കിട്ടണമെങ്കിൽ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യണം കേട്ടോ. താങ്ക് യു പറയണം. ആരെന്തൊക്കെ ചെയ്താലും നമ്മൾ നന്ദി പറയണം. അതുപോലെ ആരോടെങ്കിലും നമ്മൾ എന്തെങ്കിലും വൈരാഗ്യമോ ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് സോറി പറയണം. ആരും ആയിക്കോട്ടെ കേട്ടോ. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. എന്താണ് നിങ്ങൾക്കായിട്ട് ഇന്ന് യൂണിവേഴ്സ് ഒരുക്കി തന്നിരിക്കുന്ന കാർഡ്സ് എന്ന് നോക്കാം. എന്തായിരിക്കും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഇപ്പോൾ പ്രസൻറ്റ് സിറ്റുവേഷൻ, എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചർ എന്നൊക്കെ നമുക്ക് കാർഡ്സിലൂടെ നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. വിശ്വസിച്ചുകൊണ്ട് റീഡിങ് കാണാം. നോക്കൂ, ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് വാല്യൂഡ് ആയിട്ട് വരും കേട്ടോ. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഇവിടെ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് ആ മൂൺ കാർഡാണ്. മൂൺ കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഇപ്പോൾ ലെസ് കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം, നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം. ആ സിറ്റുവേഷൻ വന്നത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുണ്ടായ ഒരു കർമ്മയുടെ ഫലമായിട്ടാണ്. അത് പാസ്റ്റ് ലൈഫിലാവാം, അല്ലെങ്കിൽ കഴിഞ്ഞു പോയ ഏതെങ്കിലും ഒരു ടൈമിലായിരിക്കാം. നിങ്ങൾ ആരോടെങ്കിലും തെറ്റോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, മുറിവ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഉള്ളൊരു കർമ്മ എന്ന് പറയില്ലേ, അത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണെയും തമ്മിൽ അകറ്റി എന്നാണ് ഇവിടെ മൂൺ കാർഡ് കാണിക്കുന്നത്. ഒരു ഇല്യൂഷനിൽ പെട്ടു അവർ. മനസ്സിലായോ? അപ്പം നമുക്ക് എന്താണ് തിരഞ്ഞെടുക്കാൻ പറ്റുക, എങ്ങനെയാണ് നിങ്ങളിലേക്ക് വരിക, അങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നു എന്നാണ് ഇവിടെ കാണിക്കുന്നത്. നല്ല സ്മൂത്തായിട്ട് പോയിരിക്കുന്ന റിലേഷൻഷിപ്പ് ആയിരുന്നിരിക്കാം. അവരും നിങ്ങളും പ്രണയബന്ധത്തിൽ ഏർപ്പെട്ട സമയത്ത് നിങ്ങളും അവരും തമ്മിൽ അത്രയും സന്തോഷത്തിൽ പോയ ഒരു നിമിഷമാണ്. പെട്ടെന്നാണ് ആ ഒരു മാറ്റം സംഭവിച്ചത്. ആ സമയത്ത് അവർ അവരുടെ ഫാമിലിയെക്കുറിച്ചോ കാര്യങ്ങളൊന്നും അത്രമേൽ ചിന്തിച്ചിട്ടുണ്ടാവില്ല. നിങ്ങളും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. മനസ്സിലായോ? പെട്ടെന്നാണ് അവരിലേക്ക് എന്തോ ഒരു സംഭവം ഉണ്ടായത്. പെട്ടെന്നാണ് നിങ്ങളിൽ നിന്ന് അവർ മൂവ് ഓൺ ചെയ്ത് പോയത്. ഒരു കർമ്മഫലമായിട്ടാണ് യൂണിവേഴ്സ് കാണിക്കുന്നത്. ഒരു ഇല്യൂഷനാണ്. ഒരു ഇല്യൂഷനിൽ പെട്ടു അവർ, അഗാധമായിട്ട് അതിൽ പെട്ടുപോയി. എന്താ ചെയ്യണ്ടേ എന്ന് തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ അവർ മൂവ് ഓൺ ചെയ്ത് പോവാണ്, അവർ മാറിപ്പോവാണ് ചെയ്തത്. എന്താ എൻ്റെ ലൈഫിൽ സംഭവിച്ചേ, എനിക്കും എൻ്റെ പേഴ്സൺ എന്താ സംഭവിച്ചതെന്ന് പോലും നിങ്ങൾക്ക് അറിയാൻ പറ്റാത്തൊരവസ്ഥ. ഒരു കാരണവുമില്ല, അവർ പോയി. മനസ്സിലായോ? ആ കാര്യത്തിൽ 9 ഓഫ് സോർട്സ് കാർഡ് കണ്ടോ, അവർ അതിനുശേഷം അവരൊത്തിരി വിഷമിച്ചതായിട്ടാണ് കാണിക്കുന്നത്. ഒത്തിരി സമ്മർദ്ദത്തിൽ ഏർപ്പെടുക, സ്വപ്നങ്ങൾ കാണുക, നിങ്ങൾ അവരിൽ നിന്ന് അകന്നു പോവോ. ആ സമയത്ത് അവർക്ക് അത്ര ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല. എന്താ നിങ്ങളിൽ നിന്ന് പോയപ്പോൾ ഇതൊക്കെ അവർ മാറിപ്പോക്കോളും, വലിയ കാര്യമൊന്നും ആവില്ല, എങ്ങനെയെങ്കിലും എനിക്ക് എൻ്റെ ലൈഫ് കരിയറൊക്കെ നോക്കണം എന്ന് ചിന്തിച്ചു പോയ നിങ്ങളുടെ പേഴ്സണ് പിന്നീടാണ് മാറ്റം സംഭവിച്ചത്. ആ കർമ്മ എൻഡായി തുടങ്ങുന്ന ആ സമയത്താണ് അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ കൂടുതൽ വരിക, നിങ്ങളെക്കുറിച്ച് സ്വപ്നം കാണുക, നിങ്ങളും അവരും തമ്മിലുണ്ടായ മൊമെൻറ്റ്സൊക്കെ ആലോചിക്കുമ്പോൾ ഒത്തിരി സങ്കടപ്പെടുക, ഒത്തിരി സമ്മർദ്ദത്തിലാവുക. മനസ്സിലായോ?
അതിനുശേഷം അവർ തന്നെ സ്വയം അവർക്കൊരു എന്താ പറയുക, ഒരു ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ് അവരനുഭവിക്കുന്നത് എന്ന് അവർ തന്നെ തീരുമാനമെടുത്തു. അവർ തന്നെ ഒറ്റയ്ക്കിരുന്ന് വിഷമിക്കുകയാണ്, ഒറ്റയ്ക്കിരുന്ന് കരയുകയാണ്. അവർ തന്നെ സ്വയം എല്ലാ വേദനയും ഏറ്റെടുക്കുകയാണ്. നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവർ ചെയ്ത ആ തെറ്റിനെക്കുറിച്ച് ആലോചിച്ചിട്ട് അവർ തന്നെ സ്വയം വേദനിക്കുന്നു. ആരോടും പറയാൻ പറ്റാതെ കിടക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജി, ആരോടും പറയാൻ പറ്റുന്നില്ല. മനസ്സിലായോ? അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ ഹെർമിറ്റ് കാർഡാണ്. എന്താ പറയണ്ടേ? ഹെർമിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കിരുന്ന് പാസ്റ്റിനെ കുറിച്ച് ആലോചിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജി. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എങ്ങനെ നിങ്ങളിലേക്ക് എത്താമെന്ന് ആലോചിക്കുന്ന ഒരു എനർജി. ആരോടും പറയാൻ പറ്റാത്ത ഒരു കാര്യമാണിത്. ഇത് ആരോട് പറയുക? ആർക്കും മനസ്സിലാവുക എൻ്റെ വിഷമങ്ങൾ, ഞാൻ ചെയ്തു പോയ തെറ്റുകൾ, ഇത് ആരോട് പറയുക, ഇതിനൊരു പരിഹാരം ആരോട് ചോദിക്കുക എന്ന് അറിയാൻ പറ്റാത്തൊരു പേഴ്സൻ്റെ എനർജി. അവരിപ്പോഴും നിങ്ങളെക്കുറിച്ച് ആലോചിച്ചിരിക്കുകയാണ്. നിങ്ങളോട് ചെയ്ത തെറ്റിനെക്കുറിച്ച് ആലോചിച്ച് അവരൊത്തി വിഷമിക്കുന്നതായിട്ടാണ് ദ ഹെർമിറ്റ് കാർഡ് കാണിക്കുന്നത്. ഇതിലിരിക്കുന്നത് അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ 4 ഓഫ് പെൻഡക്കിളാണ്. അവരുടെ നെഞ്ചോട് ചേർത്ത് അവർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ സ്നേഹം എന്ന് പറയുന്നത് നിങ്ങളോടുള്ളതാണ്. അവരുടെ പുറകിൽ കാണുന്നത് ഒരു രാജ്യമാണ്. ആ രാജ്യമാണ് നിങ്ങളെന്ന് സങ്കല്പിക്കൂ. ആ രാജ്യത്തേക്ക് ഒത്തിരി സ്നേഹം കൊണ്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. കറണ്ട് സിറ്റുവേഷൻ ആണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു. 4 ഓഫ് പെൻഡക്കിളാണ്. അവരുടെ കയ്യിൽ അത്യാവശ്യ സമ്പാദ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളോടുള്ള സ്നേഹം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. അത് ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് അവർ ആഗ്രഹിക്കുകയാണ്, എങ്ങനെയെങ്കിലും എൻ്റെ രാജ്യത്തെ അഥവാ നിങ്ങളെ എനിക്ക് എത്തിപ്പെടണം, എൻ്റെ പേഴ്സണിലേക്ക് എത്തിപ്പെടണം, എന്തൊക്കെയാണ് എൻ്റെ ലൈഫിൽ സംഭവിച്ചതെന്ന് എനിക്ക് അവരോട് തുറന്നു പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് 4 ഓഫ് പെൻഡക്കിൾ. അവർക്ക് ഒത്തിരി സമ്പാദ്യമൊക്കെ ഉണ്ട്. അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ കിങ് ഓഫ് പെൻഡക്കിളാണ്. ഒരു രാജാവിൻ്റെ എനർജിയിൽ ഇരിക്കുകയാണ്. അവരുടെ കയ്യിൽ അത്യാവശ്യം സമ്പാദ്യം കാര്യങ്ങളൊക്കെ അപ്പോൾ ആയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടായിരിക്കാം കുറേ എനർജീസൊക്കെ മാറിപ്പോയിട്ടുണ്ടാവുക, കരിയർ ചൂസ് ചെയ്ത് പോയിട്ടുണ്ടാവാം. അപ്പോൾ അവർ എല്ലാ സമ്പാദ്യം അവർക്ക് ചുറ്റുണ്ടെങ്കിലും അവരൊറ്റയ്ക്കാണ്. ആരോടിത് പറയാൻ പറ്റാത്തൊരവസ്ഥ. എല്ലാ സമ്പാദ്യവും കയ്യിൽ വെച്ചിട്ട് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തണം, ഒരു പുതിയൊരു ജീവിതം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് കിങ് ഓഫ് പെൻഡക്കിൾ. മനസ്സിലായോ? അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ നൈറ്റ് ഓഫ് വാൻഡ്സ് ആണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ സന്തോഷിക്കുന്നു. അത്രമേൽ ആഗ്രഹിച്ച ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ സന്തോഷിക്കില്ലാതെ പിന്നെ എന്താ അല്ലേ? അപ്പം നിങ്ങൾ സന്തോഷിക്കാൻ തന്നെയാണ് പോകുന്നത്. അടുത്തത് ഡെത്ത് ആൻഡ് റീബർത്ത് കാർഡാണ്. ഇതുവരെ നോ കോണ്ടാക്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ലെസ് കോണ്ടാക്ട് ആയിരിക്കാം, നിങ്ങളിലേക്ക് വരാതിരുന്ന എനർജീസ് ആവാം, മെസ്സേജ് ചെയ്യാത്ത എനർജീസ് ആവാം. എന്നാൽ ആ കർമ്മഫലമൊക്കെ എൻ്റെ ആയിട്ട് പുതിയൊരു തുടക്കം തന്നെയാണ് വരുന്നത്. കഴിഞ്ഞു പോയതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് വീണ്ടും ചോദിക്കാതിരിക്കുക. അവർ പറയും, നിങ്ങൾ കുത്തി ചോദിക്കാതിരിക്കുക. എന്തുകൊണ്ടാണ് പോയെന്ന് വീണ്ടും ഇറിറ്റേറ്റ് ചെയ്യാതിരിക്കുക. അവർ പറയും നിങ്ങളോട് എന്താണ് അവരുടെ ലൈഫിൽ ഉണ്ടായെന്ന് പറയും. നിങ്ങൾ കാമായിട്ടിരിക്കുക. അവർ വരുമ്പോൾ സ്വീകരിക്കാൻ പറ്റുന്ന എനർജീസ് ആണെങ്കിൽ സ്വീകരിക്കുക. നിങ്ങൾക്കറിയാലോ നിങ്ങളടുത്ത് നിന്ന് എങ്ങനെ പോയെന്ന്. മനസ്സിലായോ? അപ്പോൾ അവർ വരുമ്പോൾ അവരോട് നിങ്ങൾ സ്നേഹത്തിൽ തന്നെ പെരുമാറുക. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം. എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നു. സമാധാനത്തിൽ, ദേഷ്യപ്പെടരുത്. നമുക്ക് സമാധാനം ആവശ്യമാണ്. നമുക്ക് സമാധാനമാണ് വേണ്ടത്. മറ്റുള്ളവർക്ക് നമ്മൾ സമാധാനമാണ് കൊടുക്കേണ്ടത്. ഒരു പേഴ്സൺ നമ്മളിലേക്ക് വീണ്ടും വരികയാണെങ്കിൽ നമ്മൾ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ നമ്മളിലേക്ക് എത്തുമോ? ഇല്ലല്ലോ. അവർ എത്രത്തോളം സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിന്ന് സന്തോഷവും സമാധാനവും സ്നേഹമൊക്കെ ആഗ്രഹിച്ചിട്ടാണ് നമ്മളിലേക്ക് വരിക. അപ്പോൾ നമ്മൾ എങ്ങനെ വേണം? അത് കൊടുക്കാൻ തയ്യാറാവണം. അത് കൊടുക്കുമ്പോഴേ അവർ നമ്മളിൽ നിന്ന് വിട്ടു പോവാതിരിക്കുള്ളൂ. അവർ ഓടി നമ്മളിലേക്ക് വരുമ്പോൾ അത്രയും എഫേർട്ട് എടുത്തിട്ടൊക്കെ ആവും അവർ വരിക. ആ സമയത്ത് നമ്മൾ തിരിച്ച് ദേഷ്യപ്പെടുക കാര്യങ്ങളാണെങ്കിൽ അവർ ആ വഴിക്ക് പോവും, പിന്നെ വരില്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന തീരുമാനം വെച്ചാൽ നിങ്ങൾ എടുക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് പറയാനേ പറ്റുള്ളൂ. നിങ്ങളുടെ ലൈഫിൽ എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് അറിയുള്ളൂ. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് ഒത്തിരി പേരും വ്യത്യസ്ത എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ലൈഫിലേക്ക് റെസനേറ്റ് ആവുകയാണെങ്കിൽ മാത്രം ഈ വീഡിയോ കാണാൻ സ്വീകരിക്കാം. അടുത്ത കാർഡ് എന്ന് പറയുന്നത് ക്യൂൻ ഓഫ് കപ്സ് കാർഡാണ്. അത് നിങ്ങളുടെ എനർജിയാണ്. നിങ്ങൾ മാനിഫെസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്, ഞാൻ പറയുന്ന പോലെ പ്രാർത്ഥിക്കുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഏത് ദൈവത്തെയും വിശ്വസിക്കുന്ന വെച്ചാൽ ആ ദൈവത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ പേഴ്സൺ ഇങ്ങനെ വരണം, ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം സാധിക്കണം. അങ്ങനെയുള്ള എനർജീസിനാണ് ഈ കാർഡ്സൊക്കെ വാല്യൂഡ് ആയിട്ട് വരിക കേട്ടോ.
അല്ലാണ്ട് വെറുതെ വീഡിയോ കണ്ട് കണ്ട് എൻ്റെ പേഴ്സൺ വരണം എന്ന് വിചാരിച്ചൊക്കെ നടക്കില്ല. നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണം. നിങ്ങളുടെ ആഗ്രഹം സഫലമാകണമെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യ തന്നെ വേണം. അതെങ്ങനെ വേണം? ആഗ്രഹത്തോട് കൂടിയിട്ട് മറ്റുള്ളവരോട് ക്ഷമ ചോദിക്കണം. നമുക്കൊരു കാര്യം നേടിത്തന്നു കഴിഞ്ഞാൽ താങ്ക് യു പറയണം. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്താലേ ഇത്രയും കാര്യങ്ങൾ നടക്കുകയുള്ളൂ കേട്ടോ. ഒത്തിരി പേർക്കൊക്കെ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുണ്ടാവാം, സംസാരിച്ചിട്ട് ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ടാവാം. മനസ്സിലായോ? അടുത്ത കാർഡ് എന്ന് പറഞ്ഞാൽ ക്യൂൻ ഓഫ് പെൻറ്റക്കിളാണ്. നിങ്ങളുടെ എനർജി തന്നെയാണ്. നിങ്ങളുടെ പേഴ്സൺ തമ്മിൽ ഈ ലെസ് കോണ്ടാക്ട് സിറ്റുവേഷനിൽ നിങ്ങൾ കൂടുതൽ അറിവിലേക്ക് പോയി. കുറേ പേരൊക്കെ പുതിയ കരിയറൊക്കെ ചൂസ് ചെയ്തു. സമ്പാദ്യമുണ്ട് നിങ്ങളുടെ കയ്യിൽ. നിങ്ങളുടെ പേഴ്സണോടൊപ്പം നിൽക്കാൻ പറ്റുന്ന കുറച്ച് സമ്പാദിക്കായിട്ട് ആ നിറവിൽ നിൽക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അവർ നിങ്ങളിന്ന് പോകുമ്പോൾ നിങ്ങൾ ഒന്നുമല്ലായിരുന്നു, ഒരു സമ്പാദ്യവും ഇല്ല, ഒന്നും കയ്യില്ലാത്തൊരവസ്ഥയായിരുന്നു. എന്നാൽ നിങ്ങൾ എഫേർട്ടൊക്കെ എടുത്തിട്ട് പുതിയ കരിയറും പുതിയ കാര്യങ്ങളിലേക്കൊക്കെ പോയി ഇപ്പം നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ കാര്യങ്ങൾക്ക് നേടിയെടുക്കാനുള്ള സമ്പാദ്യം കയ്യിലുള്ള ഒരു പേഴ്സൻ്റെ എനർജി. ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട എന്നൊരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞു. ആ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അടുത്ത കാർഡ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. ദ ചേരിയറ്റാണ്. നിങ്ങളുടെ പേഴ്സൺ മടങ്ങി വരും. കുറേ പേർക്കൊക്കെ എത്തിയിട്ടുണ്ട്. അവർ നിങ്ങളോട് സംസാരിച്ച എനർജി തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അത് അതുപോലെ മാനിഫെസ്റ്റ് ചെയ്തവർക്ക് മാത്രം കേട്ടോ. അടുത്ത കാർഡ് അവർ ആഗ്രഹിക്കുന്നതാണ്, ഫ്യൂച്ചറാണ്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഒരു റീയൂണിയൻ തന്നെയാണ്. കുട്ടികളും കുടുംബമൊക്കെ ആയിട്ട് ജീവിക്കാൻ പോകുന്ന എനർജിയാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേർക്ക് ഇന്ന് മാരേജിൻ്റെ ഒരു സിറ്റുവേഷനിലായിരിക്കും. അത് പോസിറ്റീവാണ്. നിങ്ങൾ ധൈര്യമായിട്ടിരുന്നോളാണ് യൂണിവേഴ്സ് പറയുന്നത്. ഈ സമ്പാദ്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ അവരെന്തിനു വേണ്ടിയിട്ടാണോ പോയത് അത് അവരുടെ കൈകളിലുണ്ട്. എന്താ പറയുക, ഇരട്ടി മധുരം എന്ന് പറയുന്ന പോലെ അവർക്ക് ഫ്യൂച്ചറിൽ നിങ്ങളുമായിട്ടുള്ള ജീവിതവും സമ്പാദ്യവും അവരുടെ കയ്യിലുണ്ടെന്നാണ് കാണിക്കുന്നത്. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് കാർഡ് കണ്ടോ? അതെന്താണ്? നൈറ്റ് ഓഫ് പെൻറ്റക്കിളാണ്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾ എന്ന് പറയുമ്പോൾ എന്താ? സമ്പാദ്യം തന്നെയാണ്. നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിച്ചൊരു കരിയറും അവരുടെ സമ്പാദ്യമൊക്കെ ഉയർന്നു, പ്രോഗ്രസ് ഉണ്ടായി. അപ്പോൾ നിങ്ങളിലേക്ക് ഇനി ധൈര്യത്തോടു കൂടി അവർക്ക് വരാം. ചിലപ്പോൾ ചില എനർജീസൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങളോട് പറഞ്ഞിട്ടാവും പോയിട്ടുണ്ടാവുക, എൻ്റെ കയ്യിൽ ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ല ഞാൻ, നമുക്ക് ഒരു നല്ലൊരു ജീവിതം വേണമെങ്കിൽ നമുക്ക് നല്ലൊരു കരിയർ വേണം, സമ്പാദ്യം വേണം, അതായിട്ട് ഞാൻ നിന്നിലേക്ക് മടങ്ങി വരൂ എന്ന് പറഞ്ഞു പോയ ഒത്തിരി എനർജീസ് ഉണ്ട്. അതായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങളിലേക്ക് വരാമല്ലോ. നിങ്ങളായിട്ടുള്ളൊരു ജീവിതം തന്നെയല്ലേ അവർ ആഗ്രഹിച്ചു പോയത്. ഇന്ന് ദൂരങ്ങളിലിരിക്കുന്ന അല്ലെങ്കിൽ എബ്രോഡൊക്കെ ആയിട്ടിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവർ പറഞ്ഞിട്ടാവും പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളിന്ന് മാറി നിന്നത് ഈ ഒരു കാരണം കൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ അതൊക്കെ ആയിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന എനർജി തന്നെയാണ്. ഇപ്പോൾ കുറേ പേര് അകലങ്ങളിലാണെങ്കിൽ ഫോൺ വിളിക്കുമ്പോഴൊക്കെ സംസാരിക്കുമ്പോഴേ അവർ പറയും, ദേഷ്യപ്പെടും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങളോട് സ്നേഹമില്ലാണ്ടാണ് അവർ ദേഷ്യപ്പെടുന്നതെന്ന്. അല്ല, അവർ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങളുടെ ജീവിതം കെട്ടിപ്പടുത്താൻ വേണ്ടിയിട്ടാണ് അവർ പുറത്തേക്ക് പോയത്, ജോലിക്കോ കാര്യങ്ങൾക്കോ പഠിക്കാനൊക്കെ പോയിട്ട്. അപ്പോൾ അവർ അത്രമേൽ സ്ട്രെസ്ഡ് ആണ്. ആ സമയത്ത് നിങ്ങളിലേക്ക് ഒന്ന് ഫോൺ വിളിച്ച് സംസാരിക്കുമ്പോഴൊക്കെ അവർക്ക് നിങ്ങൾ അടുത്ത് വേണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളെ കിട്ടാതാവുമ്പോൾ, നിങ്ങളടുത്ത് കിട്ടാത്ത ഒരവസ്ഥയിലാണ് അവർ നിങ്ങളോട് ദേഷ്യപ്പെടുന്നത്. മനസ്സിലായോ? അത് നിങ്ങളോട് സ്നേഹമില്ലാണ്ടല്ല, അങ്ങനത്തെ എനർജീസിന് മാത്രമാണ് കേട്ടോ ഞാൻ കാര്യം പറയുന്നത്. ഇപ്പോൾ എഡ്യൂക്കേഷൻ്റെ കാര്യമായാലും കരിയറിൻ്റെ കേസിലായാലും പുറത്തേക്ക് പോകുന്ന, വിദേശത്ത് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ പഠിക്കാൻ പോയിട്ടുള്ള അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പം നിങ്ങൾ വിചാരിക്കും അവർ നിങ്ങളെ കോൾ ചെയ്യുമ്പോൾ സംസാരിക്കുമ്പോഴൊക്കെ അവർ ദേഷ്യപ്പെടുന്നു. അപ്പോൾ എനിക്ക് അത് ഫീൽ ചെയ്യുന്നത് അവർക്ക് നിങ്ങളോട് സ്നേഹമില്ലാണ്ടല്ല, അവരുടെ നമുക്ക് ഒത്തിരി ടെൻഷൻ വരുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ സ്നേഹിക്കുന്ന പേഴ്സൺ നമ്മുടെ കൂടെ വേണമെന്നാണ്. നിങ്ങൾക്കിപ്പോൾ പോകാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല. അപ്പോൾ സംസാരിക്കാൻ പറ്റുന്ന അത് മാത്രമേ ഉള്ളൂ നമ്മുടെ ഒരു കയ്യിൽ. അപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കാത്തൊരവസ്ഥ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യം അവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ, അപ്പോൾ ദേഷ്യം വരും. അപ്പോൾ പിണങ്ങി പോവും. അപ്പോൾ ഒന്ന് ബ്ലോക്ക് ചെയ്ത് പോവും. 2 ദിവസം കഴിഞ്ഞിട്ട് ശരിയാവും, ഓക്കെ ആവും. അങ്ങനെ ഒത്തിരി പേരെ എനർജീസ് കാണിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അത് നിങ്ങളിലേക്ക് വരും. അവരുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നിങ്ങളായിട്ടുള്ളൊരു കുടുംബം തന്നെയാണ്. അവർ നിങ്ങളിലേക്ക് മടങ്ങി വരും തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ലെസ് കോണ്ടാക്ട് സിറ്റുവേഷനാണ്, നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളിലേക്ക് വരും. അത് ഫ്യൂച്ചർ നിങ്ങളുമായിട്ടുള്ള ജീവിതം തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അത് കിട്ടണമെങ്കിൽ നിങ്ങളും കുറച്ച് ഹീലാവാനുണ്ട്. ദേഷ്യം കുറയ്ക്കാൻ പറയുന്നു യൂണിവേഴ്സ്. മുൻകോപം ദേഷ്യമൊക്കെ കുറയ്ക്കുന്നു. സോറി പറഞ്ഞ് തീരാവുന്ന പ്രശ്നമാണെങ്കിൽ അങ്ങനെ പറഞ്ഞ് തീർക്കൂ എന്ന് പറയുന്നു. എന്തു കാര്യം നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ താങ്ക് യു പറയാനായിട്ട് ശ്രമിക്കണം, പരിശീലിക്കണം. യൂണിവേഴ്സിനോടും താങ്ക് യു പറയണം. ഏത് വ്യക്തികളാണോ നമുക്ക് സഹായിക്കുന്നത്, ഏത് വ്യക്തികളാണോ നമുക്ക് ചുറ്റുമുള്ളത്, അവരോട് താങ്ക് യു പറയണം. നമുക്ക് നല്ല മനസ്സാണ് ആവശ്യം.
ഒരാളെ ദ്രോഹിക്കണമെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. നമുക്ക് യൂണിവേഴ്സ് നമ്മൾക്ക് ഒരു കടമകൾ തന്നിട്ടുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിരിക്കും നമ്മൾക്ക് ഈ ജന്മം തന്നത്. ആ കാര്യം സഫലമാകാനുള്ള ആ വഴിയിൽ നമ്മൾ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകും അല്ലേ? ആ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാം നമുക്ക് അറിയേണ്ടതായിട്ട് വരും. ചിലപ്പോൾ അത് നമുക്ക് നമ്മുടെ ഹൃദയത്തെ ഒത്തിരി വേദനിപ്പിക്കുന്നതായിരിക്കാം. അങ്ങനെ നിങ്ങളിലേക്ക് വന്ന ഒരു എനർജി തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ. വഴിമധ്യേ കണ്ടുമുട്ടിയ ഒരു വ്യക്തിയാണ് അത്. യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സുകൾ കൂടിയാണ് അവർ നിങ്ങൾ കണ്ടുമുട്ടിയതെങ്കിൽ യൂണിവേഴ്സ് തന്നെ നിങ്ങളെയും അവരും ഒന്നു ചേർക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയാണ് ഈ കാർഡ്സിൽ കാണിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് എനിക്ക് ഈ റീഡിംഗ് എടുക്കാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ താങ്ക് യു പറയുന്നു യൂണിവേഴ്സിനോട്. എൻ്റെ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളിലേക്ക് ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നീംസ്.